ദൈവം പറഞ്ഞ യേശുക്രിസ്തു നാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇടങ്ങളിൽ കർത്താവ് നമ്മളെ പരിപാലിക്കുന്നു, ജയത്തോടെ നടത്തുന്നു. സ്തോത്രം. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് മത്തായി എഴുതിയ സുവിശേഷത്തിൽ നിന്നാണ്. 27-ാം അധ്യായം അവസാന ഭാഗത്തു നിന്നാണ് ഞാൻ സംസാരിക്കുന്നത്. യേശുവിനെ കുറിച്ചാണ്. 6-ാം മണി നേരം മുതൽ 9-ാം മണി നേരം വരെ ദേശത്തെല്ലാം ഇരുട്ടുണ്ടായി. ഏകദേശം 9-ാം മണി നേരത്തെ യേശു ഏലി ഏലി ലെമ്മ ശബത്കാനി എന്ന് ഉറക്കം നിലവിളിച്ചു. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്ത് എന്നർത്ഥം. അവിടെ നിന്നിരുന്നവരെ ചിലർ അത് കേട്ടിട്ട് അവൻ ഏലിയാവെ വിളിക്കുന്നു എന്ന് പറഞ്ഞു. ഉടനെ അവരിൽ ഒരുത്തൻ ഓടി ഒരു സ്പോം എടുത്ത് പൊളിച്ച വീഞ്ഞെടുത്ത് നിറച്ചിട്ട് ഓടത്തണ്ടിന്മേലാക്കി അവന് കുടിപ്പാൻ കൊടുത്തു. ഈ ശേഷമുള്ളവർ നിൽക്കാം, ഏലിയാവ് അവനെ രക്ഷിക്കാൻ വരുമോ എന്ന് നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു. യേശു പിന്നെ ഉറക്കെ നിലവിളിച്ചിട്ട് പ്രാണനെ വിട്ടു. നമുക്ക് സങ്കടം വരുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് നമ്മൾ കരയും. ഒത്തിരി സങ്കടം വരുമ്പോൾ നമ്മൾ ഉറക്കെ നിലവിളിച്ചിട്ട് കരയും. കഴിഞ്ഞാൽ യേശു പിന്നെ നിലവിളിച്ച് പ്രാണനോട്ടു. അപ്പോൾ അതിന് യേശു കരഞ്ഞതിന് ശേഷം നിലവിളിച്ച് കരഞ്ഞതിന് ശേഷം സംഭവിച്ചത് എന്നാണ് നമുക്ക് നോക്കാം. അപ്പോൾ മന്ദിരത്തിലെ തിരശീല മേൽത്തൊട്ട് രണ്ടായിട്ട് ചിന്തിപ്പോയി. മുകളിൽ തൊട്ട് താഴെ വരെയും രണ്ടായിട്ട് ചീന്തിപ്പോയി. പിന്നീട് ഭൂമി കുലുങ്ങി, പാറകൾ പിളർന്നു, കല്ലറകൾ തുറന്നു. നിദ്ര പ്രാപിച്ച് വിശുദ്ധന്മാരുടെ ശരീരങ്ങൾ പലരും ഇതും ഉയർത്തെഴുന്നേറ്റു. അവൻ്റെ പുനരുത്ഥാനത്തിന് ശേഷം കല്ലറകളെ വിട്ടു. വിശുദ്ധ നഗരത്തിൽ ചെന്ന പലർക്കും പ്രത്യക്ഷനായി. ശതാധിപനും അവനോടുകൂടെ യേശുവിനെ കാത്തു നിന്നവരും അവർ പറഞ്ഞു തന്നെ ഭൂകമ്പം മുതലായി സംഭവിച്ചത് കണ്ടിട്ട് അവൻ ദൈവപുത്രനായിരുന്നു. കണ്ടോ, അവരുടെ വായിൽ നിന്ന് തന്നെ അവൻ ദൈവപുത്രനായിരുന്നു, സത്യം എന്ന് പറഞ്ഞ് ഏറ്റവും ഭയപ്പെട്ടു. ഗലീലയിൽ നിന്ന് യേശുവിനെ ശുശ്രൂഷിച്ചുകൊണ്ട് അനുഗമിച്ച് വന്ന പല സ്ത്രീകളും ദൂരത്ത് നിന്ന് നോക്കിക്കൊണ്ട് നിന്നു. അവർ മഗ്ദലക്കാരത്തി മറിയയും യാക്കോബിൻ്റെ യോസയുടെ അമ്മയായ മറിയയും സെബദി പുത്രന്മാരുടെ അമ്മയുണ്ടായിരുന്നു. സന്ധ്യയായപ്പോൾ അരിമത്യക്കാരനായ യോസഫ് എന്ന ധനവാൻ താനും യേശുവിൻ്റെ ശിഷ്യനായിരിക്കാൻ വന്ന് പീലാത്തോസിൻ്റെ അടുക്കൽ ചെന്ന് യേശുവിൻ്റെ ശരീരം ചോദിച്ചു. പീലാത്തോസ് അത് ഏൽപ്പിച്ചു കൊടുക്കാൻ കൽപ്പിച്ചു. യോസഫ് ശരീരം എടുത്തിട്ട് നിർമ്മല ശീലയിൽ പൊതിഞ്ഞ് താൻ പാറയിൽ വെട്ടിച്ചിരുന്ന തൻ്റെ പുതിയ കല്ലറ വെച്ചു. കല്ലറയുടെ വാതിൽക്കൽ ഒരു വലിയ കല്ല് ഉരുട്ടി വെച്ചിട്ട് പോയി. കല്ലറയ്ക്കെതിരെ മഗ്ദലക്കാരത്തി മറ്റേ മറിയായിരുന്നു. നാളിന് പിറ്റേ ദിവസം മഹാപുരോഹിതന്മാരും പരീശന്മാരും പീലാത്തോസിൻ്റെ അടുക്കൽ ചെന്നുകൂടി. യജമാനനെ, ആ ചതിയൻ ജീവനോടെ ഇരിക്കുമ്പോൾ 3 നാൾ കഴിഞ്ഞിട്ട് ഞാൻ ഉയർത്തെഴുന്നേൽക്കും എന്ന് പറഞ്ഞ പ്രകാരം ഞങ്ങൾക്ക് ഓർമ്മ വന്നു. അവർ പറയുകയാണേ. അതുകൊണ്ട് അവൻ്റെ ശിഷ്യന്മാർ ചെന്ന് അവനെ മോഷ്ടിച്ചിട്ട് അവൻ മനുഷ്യരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റെന്ന് ജനത്തോട് പറയുകയും ഒടുവിലത്തെ ചതിവ് മുമ്പിലത്തേതിൽ വിഷമമായി തീരുകയും ചെയ്യാതിരിക്കണം. 3-ാം നാൾ വരെ കല്ലറ ഉറപ്പാക്കുവാൻ കൽപ്പിക്കുക എന്ന് പറഞ്ഞു. പീലാത്തോസ് അവരോട്, കാവൽക്കൂട്ടത്തെ തരാം, പോയി നിങ്ങളാൽ ആവുന്നിടത്തോളം ഉറപ്പ് വരുത്തുവീൻ എന്ന് പറഞ്ഞു. അവർ ചെന്ന് കല്ലിന് മുദ്ര വെച്ച് കാവൽക്കൂട്ടത്തെ നിർത്തി കല്ലറ ഉറപ്പാക്കി. ദൈവമേ സ്തോത്രം. ഞങ്ങളെല്ലാം ആയിരിക്കുന്നിടത്ത് കർത്താപ്പച്ചൻ പരിപാലിക്കട്ടെ, ജയത്തോടെ നടത്തട്ടെ. കുഞ്ഞുങ്ങളൊക്കെ ബൈബിൾ വായിക്കുകയും പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ഒക്കെ ചെയ്ത് ഞങ്ങൾ മുമ്പോട്ട് പോവുക. കുഞ്ഞുങ്ങൾ തന്നെയല്ല, നമ്മൾ എല്ലാവരും തന്നെ ദൈവത്തിൽ ആശ്രയിച്ച് ദൈവവചനമൊക്കെ വായിച്ച് പ്രാർത്ഥിച്ച് ആരാധിച്ച് മുമ്പോട്ട് പോയിക്കേ. നമ്മൾക്കൊരു പീസ്, സമാധാനം നമുക്ക് ലഭിക്കുകയാണ് ചെയ്യുന്നത്. ഈ സമാധാനം തരാൻ ആർക്ക് സാധിക്കും? ദൈവത്തിന് സാധിക്കും. നമ്മൾക്ക് വേണ്ടിയിട്ട് പരമയാഗമായി തീർന്ന യേശു അപ്പ നമ്മൾക്ക് ഓരോരുത്തർക്കും ഇല്ലേ? നമ്മളെ വഴി നടത്താൻ, നമ്മളെ സ്നേഹിക്കാൻ, നമ്മളെ കരുതാൻ അപ്പൻ നമ്മുടെ കൂടെ ഇരുന്ന് നമ്മളെ വഴി നടത്തും. നമുക്കെല്ലാവർക്കും അപ്പനുണ്ട്, നമ്മുടെ യേശു. നമുക്ക് ഈ ലോകത്തിൽ അപ്പം കാണപ്പെട്ടവരായ നമ്മുടെ മാതാപിതാക്കൾ അവരെ നല്ലതായിട്ട് കിട്ടുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമാണ്. അവരെന്നുള്ള സ്നേഹവും കരുതും കിട്ടുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. എന്നെ ദൈവം ഇത്രത്തോളം വഴി നടത്തി എന്നെ ഓർത്ത് എല്ലാവരും പ്രാർത്ഥിക്കുക. നിങ്ങളെ എനിക്കറിയത്തില്ലേലും നിങ്ങളെല്ലാം ദൈവത്തെ സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഗോഡ് ബ്ലെസ് യു.